സംസ്ഥാനത്തെ റെയിൽപാത വികസനത്തിന് ഏറ്റവും നിർണായകമാകേണ്ട മൂന്നാം പാതയ്ക്ക് അനുമതി നൽകില്ലെന്ന് റെയിൽവേ. കേരയിൽ വിരുദ്ധരുടെ പ്രധാന വാദമായിരുന്നു മൂന്നാം പാത എന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള റെയിൽവേയുടെ വളവുകൾ നേരെയാക്കാൻ കഴിയില്ലെന്നും റെയിൽവേ വ്യക്തമാക്കി. സംസ്ഥാനത്ത് മൂന്നാം പാത ഇല്ലെന്ന വാർത്ത ഇന്ന് മിക്ക മാധ്യമങ്ങളും മറച്ചു വച്ചിരിക്കുകയാണ്. വിഷ്ണു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിഷ്ണു, കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ സമീപനം നമുക്കറിയാം. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് കേരയിൽ വിരുദ്ധർ സംസ്ഥാനത്ത് കേരളിനെതിരായ സമരം നടത്തിയപ്പോൾ അവരുന്നയിച്ച പ്രധാനപ്പെട്ട വാദം ഒരു മൂന്നാം പാത വന്നാൽ എന്താണ് അതിന് പ്രശ്നം? നിങ്ങൾ എന്തിനാണ് ഈ കേരളിന് വേണ്ടി ഇത്രയും നിർബന്ധം പിടിക്കുന്നത്? ഈ വളവുകളൊക്കെ അങ്ങ് നൂത്തെടുത്താൽ പോരെ, ഇതങ്ങാണ്ട് വലിയ പ്രശ്നമുള്ള കാര്യമാണോ എന്ന് ചോദിക്കുകയും സംസ്ഥാനത്തെ ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ എംപിമാരുടെ യോഗം ചേർന്നു. ദക്ഷിണ റെയിൽവേയാണ് ആ യോഗം വിളിച്ചത്. അതിൽ റെയിൽവേ വളരെ വ്യക്തമായി പറഞ്ഞ ചില കാര്യങ്ങൾ ജോൺ ബ്രിട്ടാസ് എം പി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ന് അതിൻ്റെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് മൂന്നാം പാത എന്നത് സാധ്യമല്ല. ഏതാണ്ട് 6 വർഷം മുമ്പ് റെയിൽവേയുടെ പിങ്ക് ബുക്ക്, അതായത് ബജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അതിൽ വളരെ അവർ പറഞ്ഞിരുന്നു ഒരു മൂന്നാം പാതയെക്കുറിച്ച് പഠിക്കും എന്ന്. പക്ഷേ അതിൻ്റെ DPRO അതിൻ്റെ സർവേയോ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. അതുമാത്രവുമല്ല, ദക്ഷിണ റെയിൽവേയുടെ മാനേജർ പറഞ്ഞത് ഈ ഒരു പാത സാധ്യമല്ല, കാരണം ഈ 150 കിലോമീറ്റർ വേഗത്തിലുള്ള പാത ലാഭകരമല്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വളവുകളും നോക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ കേരളത്തിലെ റെയിൽവേ വികസനം ഇനിയൊരു 50 വർഷത്തേക്ക് ഒരു മാറ്റവും ഉണ്ടാകാതെ ഇങ്ങനെ തുടരും എന്നുള്ളതാണ്. എന്താണ് ഇനി കേരളത്തിന് മുന്നിലുള്ള മാർഗം, വിഷ്ണു? ഷമി, തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് കേരയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ അവതരിപ്പിച്ചത്. പക്ഷേ സിൽവർ ലൈന് വലിയ തരത്തിലുള്ള ഉപാധികൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ കേരയിൽ വിരുദ്ധരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ കേരയിൽ സിൽവർ ലൈന് പകരം മൂന്നാം പാത, എറണാകുളം ഷൊർണൂർ മൂന്നാം പാത എന്നതൊരു ബദലായി തന്നെ എടുത്തു കാണിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടായിരുന്നു വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷമടക്കം മുന്നോട്ട് പോയത്. പക്ഷേ ആ ഒരു മൂന്നാം പാത യാഥാർത്ഥ്യമാകില്ല എന്നതാണ് ദക്ഷിണ റെയിൽവേ ഇന്നലെ ചേർന്ന MPമാരുടെ യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ എറണാകുളം ഷൊർണൂർ മൂന്നാം പാത എന്നൊരു കാര്യം പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിൽ ഒരു 160 മുതൽ 180 കിലോമീറ്റർ വരെ സ്പീഡിൽ ട്രെയിൻ പോകുമെന്നതടക്കമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആ പാത യാഥാർത്ഥ്യമാകില്ല. കാരണം എറണാകുളം ഷൊർണൂർ മൂന്നാം പാത ലാഭകരമല്ല എന്നതാണ് റെയിൽവേ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മൂന്നാം പാതയ്ക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ കേരളത്തിൽ ട്രെയിനുകൾ ഓടുന്ന ഒരു സ്പീഡെന്ന് പറയുന്നത് 80 km/h. ആ ഒരു സ്പീഡിലാണ് ട്രെയിനുകൾ ഓടുന്നത്. അപ്പോൾ വളവുകൾ ഏറെക്കുറെ നോത്തു കഴിഞ്ഞാൽ കുറെ കൂടെ സ്പീഡിൽ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും. പക്ഷേ എറണാകുളം, തിരുവനന്തപുരം വിഷ്ണു സംസ്ഥാന സർക്കാർ 2016 അധികാരത്തിൽ വന്ന സംസ്ഥാന സർക്കാർ ഈ വിഷയങ്ങൾ വളരെ കൃത്യമായി പഠിക്കുകയും കേരളത്തിലെ റെയിൽവേയുടെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കേരയിൽ എന്ന പദ്ധതിക്ക് ജീവൻ വെപ്പിച്ച് അത് നടപ്പാക്കാനുള്ള മാർഗത്തിലേക്ക് നീങ്ങുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിവേഗം നീങ്ങിയിരുന്നു. ഒരു എതിർപ്പും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നില്ല, BJPയുടെ ഭാഗത്തുനിന്ന് ഉയർന്നില്ല. പക്ഷേ പിന്നീട് രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഇത് നടപ്പാകും എന്ന തോന്നൽ ഉയരുന്ന ഘട്ടത്തിലാണ് ഇതിനെതിരായ പ്രതിഷേധം വരുന്നത്. അപ്പോൾ അവർ ഉയർത്തിയൊരു വാദമാണ് ഈ പറയുന്ന മൂന്നാം പാത. അതുപോലെ തന്നെ ഈ വളവുകൾ അങ്ങ് നൂത്തു കഴിഞ്ഞാൽ പിന്നെ ട്രെയിനൊക്കെ ഫ്ലൈറ്റിൻ്റെ സ്പീഡിൽ പോകും എന്നൊക്കെയായിരുന്നല്ലോ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഓരോ വേദിയിലും വന്ന് നിന്ന് പ്രസംഗിച്ചത്. പക്ഷേ അവർ അന്ധമായ രാഷ്ട്രീയ വിരോധത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ജനങ്ങളോട് ഒരു പൈസയുടെ പ്രതിബദ്ധത പോലും ഇല്ലാത്ത പ്രതിപക്ഷവും BJPയുമാണ് കേരളത്തിൽ ഉള്ളത് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലെ റെയിൽവേ വ്യക്തമാക്കിയ നിലപാട്. കാരണം നമ്മൾക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം, ഈ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഭാഗത്തെ വളവുകൾ നോക്കുക എന്നുള്ളത് അസാധ്യമാണ്. കൊല്ലം നഗരത്തിലെ റെയിൽവേയുടെ വളവ് 360 ഡിഗ്രിയാണ്. ആ വളവ് നൂത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര സ്ഥലം അല്ലാതെ ഏറ്റെടുക്കേണ്ടി വരും, എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടി വരും?
അത് സാധ്യമല്ല എന്നറിയാം. അങ്ങനെ ഓരോ കാര്യങ്ങളും അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് കേരള സർക്കാർ ഈ കേരയിൽ സിൽവർ ലൈൻ എന്ന് പറയുന്ന പദ്ധതിക്ക് തുടക്കമിടുന്നത്. പക്ഷേ രാഷ്ട്രീയ അന്ധത മൂത്ത കേരളത്തിലെ പ്രതിപക്ഷവും BJPയും ഇക്കാര്യത്തിൽ മുൻപിൻ ചിന്തിക്കാതെ ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ എതിർക്കുകയാണ് ചെയ്തത്. വിഷ്ണു, ഷമി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതായത് ഇത്തരത്തിൽ ഈ കേരളിന് പകരം ഒരു മൂന്നാം പാത എന്നതാണ് ഈ പ്രതിപക്ഷമടക്കം മുന്നോട്ട് വെച്ചിരുന്ന ഒരു ബദൽ. അതോടൊപ്പം തന്നെ ഈ വളവുകൾ വളവുകൾ നോക്കുക, നിവർത്തുക, നിവർത്തുന്നതോടുകൂടി കൂടുതൽ വേഗത്തിൽ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും. ഗ്രീൻഫീൽഡ് പാത, ഇത്തരത്തിൽ 3 ബദലുകളാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നത്. സിൽവർ ലൈൻ ആവശ്യമില്ല എന്നതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ വാദം. എന്തായാലും ഇന്നലെ നടന്ന റെയിൽവേ യോഗത്തിൽ തന്നെ വ്യക്തമാക്കുന്നത് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച കൊട്ടിഘോഷിച്ച ബദലുകൾ ഒന്നും തന്നെ നടപ്പാക്കാൻ കഴിയുകയില്ല എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് എറണാകുളം ഷൊർണൂർ 3-ാം പാത നടപ്പാകില്ല, അത് ലാഭകരമാകില്ല എന്നതാണ് റെയിൽവേ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇതിന് പുറമെയാണ് എറണാകുളം തിരുവനന്തപുരം റൂട്ടിലെ വളവുകൾ നേരെയാക്കാൻ കഴിയുകയില്ല എന്നൊരു കാര്യം കൂടി ഇപ്പോൾ റെയിൽവേ അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടും വലിയ ഉപാധികൾ റെയിൽവേ കേരളത്തിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സംസ്ഥാന സർക്കാർ കേരയിൽ പദ്ധതി അല്ലെങ്കിൽ സിൽവർ ലൈൻ വിഷ്ണുവിലേക്ക് എത്താം.